കോട്ടയത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ബി.ജെ.പിയിൽ ചേർന്നു. CPM മുൻ ഏരിയ കമ്മിറ്റി അംഗം കെ രമേശ് അടക്കം 50ഓളം CPM കോൺഗ്രസ് നേതാക്കളാണ് ബി.ജെ.പിയിൽ ചേർന്നത്. ബി.ജെ.പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പുതിയ പ്രവർത്തകരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ബി.ജെ.പി കോട്ടയം വെസ്റ്റ് ജില്ലയുടെ വികസിത കേരളം കോട്ടയം മുനിസിപ്പാലിറ്റി സംഗമത്തിലാണ് ഇടതു കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി.ജെ.പിയിലേക്ക് എത്തിയത്. CPIM കോട്ടയം ഏരിയ കമ്മിറ്റി അംഗമായും 3 തവണ പഞ്ചായത്ത് അംഗമായും നാട്ടകം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായും പ്രവർത്തിച്ച കെ രമേശിന്റെ നേതൃത്വത്തിലാണ് ഇടതു നേതാക്കൾ ബി.ജെ.പിയിൽ ചേർന്നത്. ഇങ്ങനെ 50ഓളം പേരെ ഈ പരിപാടിയിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. അദ്ദേഹത്തെ സ്വീകരിക്കും. അജീത് PA CPM, അനീഷ് MK പുതുവീട്, കാർത്തിക, ബാബു കരിമണം. രാജ്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ബി.ജെ.പിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് മുൻ ഇടതു നേതാവ് കെ രമേശ് പറഞ്ഞു. ഈ രാജ്യത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മറിച്ചൊരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയിലേക്ക് പോയി. ആയിരക്കണക്കിന് ആളുകൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് അണിചേരുകയാണ്. ഞങ്ങൾ അത്തരമൊരു തീരുമാനമെടുത്തപ്പോൾ ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ ഇവിടെ എത്തിയത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന, കേരളത്തിലെ ഏറ്റവും വലിയ സമരനായകനായ കെ സുരേന്ദ്രൻ എത്തി. അതിലും വലിയൊരു അംഗീകാരം ഞങ്ങൾക്കിവിടെ ലഭിക്കാനില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് പറയുക. കേരളത്തിൽ പുതിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ ശംഖനാദം മുഴങ്ങിയിരിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. കേന്ദ്രം കേരളത്തിന് നൽകിയ പരിഗണനയുടെ ഗുണമാണ് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന അവകാശവാദത്തിന് പിന്നിലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖ മുകളിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെല്ലാം സമ്പന്നന്മാരായി എന്ന് മോദി അവിടെ പറഞ്ഞിട്ടില്ല. ദാരിദ്ര്യരേഖ താഴെ ഉണ്ടായിരുന്ന 25 കോടി ജനങ്ങൾ കഴിഞ്ഞ 12 വർഷം കൊണ്ട് ദാരിദ്ര്യരേഖ മുകളിലായി. എങ്ങനെയാ മുകളിലായത്? ഇന്ത്യയിൽ എല്ലായിടത്തും മോദി ചെയ്ത ഒരേ കാര്യമാണ്. ആ കാര്യം കേരളത്തിൽ നടന്നിട്ടുണ്ട്. ബി.ജെ.പി കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാലും മറ്റ് നേതാക്കളും നേതൃത്വം നൽകി. ജനം, കോട്ടയം.